നമസ്കാരം. ഇന്ത്യയുടെ ഗതാഗത രംഗം അതിനൂതന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി വരികയാണ്. അതിന്റെ ഭാഗമായി പുതുതായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തും ആവിഷ്കരിച്ചും വരികയാണ് കേന്ദ്ര സർക്കാർ. അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധയർഹിക്കുന്ന ഒരു പദ്ധതിയാണ് ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെയുള്ള ഇരട്ടക്കുഴൽ തുരങ്കപാത. വെള്ളത്തിനടിയിലൂടെ റോഡും റെയിലും ഉൾക്കൊള്ളിച്ചുള്ള അപൂർവ പാതയാണ് ഈ ഇരട്ടക്കുഴൽ തുരങ്കപാത. അസമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ 15.79 കിലോമീറ്റർ ദൈർഘ്യത്തിലായാണ് പുതിയ തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നത്. റോഡും റെയിലും ഉൾക്കൊള്ളിച്ചുള്ള ഈ പാത രാജ്യത്തിന്റെ ഗതാഗത ചരിത്രത്തിലെ നിർണായക ഏടായി മാറുമെന്നതിൽ തർക്കമില്ല. ഇന്ത്യയിൽ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും റോഡ് റെയിൽ തുരങ്കമാണ് ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം ലഭ്യമായ ഈ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വികസന കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന മേഖലയാണ് വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെന്ന് ഒരു പൊതു സംസാരമുണ്ട്. അത്തരം പ്രദേശങ്ങളുടെ വളർച്ചയ്ക്ക് ചാലകശക്തിയാകുന്ന വൻ പദ്ധതിയാണ് ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെയുള്ള ഇരട്ടക്കുഴൽ തുരങ്കപാത. അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നിവയടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പുതിയ തുരങ്കപാത പകരുന്ന പ്രതീക്ഷകൾ ഏറെയാണ്. അസമിലെ നുമലിഗഡ്, തേസ്പൂർ, ഗോഹ്പൂർ, ദിബ്രുഗഡ്, അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ എന്നീ നഗരങ്ങളെ ഈ പദ്ധതി ബന്ധിപ്പിക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗതാഗത രംഗത്ത് നിലവിൽ നിർണായക പങ്ക് വഹിച്ചു വരുന്ന ദേശീയപാതകളായ നുമലിഗഡ് അഥവാ NH-715നെയും ഗോഹ്പുരി അഥവാ NH-15നെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധമാണ് ബ്രഹ്മപുത്രയ്ക്കടിയിലൂടെയുള്ള അത്യപൂർവ പാത നിർമ്മിക്കുന്നത്. നിലവിൽ 240 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ദൂരം പുതിയ ഇരട്ടക്കുഴൽ പാതയുടെ വരവോടെ 33.7 കിലോമീറ്ററായി കുറയും. അതായത് 6 മണിക്കൂർ യാത്ര വെറും അരമണിക്കൂറായി ഈ പുതുപാത കുറയ്ക്കും. 11,662 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചിലവായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 11,982.36 കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും 716.65 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനുമായാകും ചെലവഴിക്കുക. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശിലെ മേഖലകൾക്ക് സമീപത്തുകൂടെ കടന്നുപോകുന്ന ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെയുള്ള ഇരട്ടക്കുഴൽ തുരങ്കപാത വെറുമൊരു ഗതാഗത മാർഗം എന്നതിലുപരി വളരെയേറെ തന്ത്രപ്രാധാന്യമുള്ള ഒരു തുരങ്കമായി കൂടി മാറും. അങ്ങനെ രാജ്യത്തെ പ്രതിരോധ രംഗത്തിനും വലിയ മുതൽക്കൂട്ടായി മാറുന്ന പാതയാണിത്. സൈനികർക്ക് പ്രതിരോധ സാമഗ്രികൾ, യുദ്ധോപകരണങ്ങൾ മുതലായവ ലക്ഷ്യകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പാതയുടെ വരവ് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിലവിൽ ഈ പദ്ധതിക്ക് അനുമതി ലഭ്യമായ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. വരുന്ന 5 വർഷത്തിനുള്ളിൽ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അവകാശപ്പെടുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ നദിക്കടിയിലൂടെയുള്ള ആദ്യ ഇരട്ട തുരങ്കപാത രാജ്യത്തിന്റെ മാത്രമല്ല ലോക ശ്രദ്ധ മുഴുവൻ നേടും. ലോകത്തിലെ ആദ്യത്തെ നദിക്കടിയിലൂടെയുള്ള തുരങ്കപാത ലണ്ടൻ നഗരത്തിലെ തേംസ് ടണലാണ്. തേംസ് നദിക്ക് അടിയിലൂടെയാണ് ഈ തുരങ്കപാത കടന്നുപോകുന്നത്. ഇതിനുശേഷം ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന നദിക്കടിയിലൂടെയുള്ള ഇരട്ടക്കുഴൽ തുരങ്കപാതയാണ് ബ്രഹ്മപുത്ര നദിക്കടിയിൽ ഇന്ത്യ സാധ്യമാക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.